എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മാനസികാരോഗ്യം എന്നതിനെ കുറിച്ചാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് വസിക്കുകയുള്ളൂ എന്ന പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആരോഗ്യമുള്ളൊരു ശരീരം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പനിയുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടോ, അത് മാത്രമല്ല നോക്കുന്നത്, നമ്മുടെ മാനസികാരോഗ്യം കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ പനി വന്നാൽ ഡോക്ടറെ കാണിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ കൈ ഒടിയുകയാണെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് മാനസികമായി വല്ല പ്രശ്നവും വരികയാണെങ്കിൽ നമ്മൾ ആരോടൊന്നും തുറന്നു പറയാതെ അത് നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി തീരുന്നത്. നമ്മൾ അത് ഉള്ളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ നമുക്ക് സങ്കടം ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ ഉള്ളിൽ സമ്മർദ്ദം ഉണ്ടാക്കാനും അത് കാരണമായി തീരുന്നു. അപ്പോൾ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അത് നമുക്ക് പല രീതിയിലും നമുക്ക് തടയാൻ കഴിയും. അതിനെ നമുക്ക് തടയാൻ കഴിയുന്ന രീതി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വീട്ടുകാരുമായും സുഹൃത്തുക്കളുമായും കൂടുതൽ സന്തോഷകരമായി ഇടപെടുക എന്നതാണ്. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗം കുറയ്ക്കുക എന്നതുമുണ്ട്. മൊബൈൽ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ റീലുകളിലും ഒക്കെ കാണുമ്പോൾ എല്ലാവരും ആഡംബരമായിട്ടുമൊക്കെ ജീവിക്കുമ്പോൾ എനിക്കതില്ലല്ലോ എന്ന് കരുതി നമ്മുടെ മനസ്സിൽ വിഷമം വരുന്നു. അപ്പോൾ നമ്മൾ മൊബൈൽ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും. പിന്നീട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക, സംഗീതം കേൾക്കുക, അതുപോലെ തന്നെ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മാനസിക സമ്മർദ്ദം ഒരിക്കലും നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മാനസികാരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം വളരെയധികം പ്രധാനം തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ സമ്മർദ്ദമുണ്ടല്ലോ. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നമുക്ക് കാണാൻ കഴിയും. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം വൈകുന്നേരമായാൽ ട്യൂഷനായിരിക്കും. ആ ട്യൂഷൻ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയി എത്തുമ്പോൾ വീണ്ടും വീട്ടിലിരുന്ന് പഠിക്കണം. പിന്നീട് അധ്യാപകരുടെയും ഒക്കെ മറ്റു കുട്ടികളുമായുള്ള കമ്പയറും ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് വളരെയധികം സമ്മർദ്ദം തന്നെയായിരിക്കും അതിലൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലുമൊക്കെ PT എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കാനുമൊക്കെ കൂടിയുള്ളൊരു സമ്പ്രദായമാണ് PT എന്നത്. അപ്പോൾ അത് സഹപാഠികൾ ചേർന്ന് സന്തോഷത്തോടെ അവർ കളിക്കും എന്നതുകൊണ്ട് അവരുടെ സമ്മർദ്ദമൊക്കെ കുറയാൻ ഇത് സഹായിക്കുന്നു. പിന്നീട് നമുക്കറിയാം, മുതിർന്നവർക്കും പല സമ്മർദ്ദവുമുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ കുടുംബ പ്രശ്നം, അതുപോലെ തന്നെ കുടുംബ പ്രശ്നവും അതുപോലെ തന്നെ പണമില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ വളരെയധികം സമ്മർദ്ദം തന്നെയായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളിലൊരിക്കലും സമ്മർദ്ദം വെക്കാൻ പാടില്ല എന്നതാണ് പറയുന്നത്. നമ്മൾ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് വലിയൊരു പ്രശ്നം തന്നെയായിത്തീരും. നമുക്ക് ഒരാൾ വിശ്വസിച്ചറിയുന്ന ആളോട് അതെല്ലാം തുറന്നു പറയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തുറന്നു പറയുന്ന ആൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ കൂട്ടുകാരെ നല്ലവണ്ണം എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ഒരാൾ സന്തോഷത്തോടെ നിൽക്കുകയാണെങ്കിലും അവരുടെ ഉള്ളിൽ വളരെയധികം വിഷമമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അവരോട് നല്ല രീതിയിൽ ചോദിക്കണം, നല്ല സന്തോഷത്തോടെ ചോദിക്കണം, എന്താണ് പറ്റിയേ, എന്നോട് എല്ലാം തുറന്നു പറയൂ എന്ന് നമ്മൾ സന്തോഷമായവരോട് ചോദിക്കണം. അപ്പോൾ അവരെല്ലാം തുറന്നു പറയുമ്പോൾ അവരുടെ മനസ്സ് നല്ല സന്തോഷത്തിലാവുകയും അവരുടെ സമ്മർദ്ദം കുറയാനും അത് കാരണമായി തീരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളോട് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളോട് നല്ല സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറണം. ഇല്ല എങ്കിൽ അവർക്ക് മാനസികമായ സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഇരിക്കുന്ന ഒരു പ്രശ്നമുണ്ടാകും.
അപ്പോൾ വിദ്യാർത്ഥികൾ ഈ നേരിടുന്ന വലിയൊരു പ്രശ്നം അതിൽ നിന്ന് മാറ്റാൻ ഇത് സഹായകരമാകുന്നു. പിന്നീട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂളുകളിലുമൊക്കെ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുട്ടികളുടെ സമ്മർദ്ദമൊക്കെ അറിഞ്ഞ് അവർക്ക് പരിഹാരം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് കൗൺസിലിംഗ് എന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് നല്ലൊരു ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.